നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളം നശിച്ചുകൊണ്ടിരിക്കുന്നത് ലഹരികളിലാണ്. ഇതിനെതിരെ സർക്കാർ പോലും മൗനം പാലിക്കുകയാണ്. ചിലപ്പോഴൊക്കെ CPM-ന്റെയും അല്ലെങ്കിൽ മറ്റു ചില രാഷ്ട്രീയ സംഘടനകളുടെയും ഒക്കെ യൂത്ത് വിഭാഗം കൈകോർത്ത് പിടിച്ചുകൊണ്ട് ലഹരിക്കെതിരെ ചങ്ങല തീർക്കുന്നതല്ലാതെ കാര്യമായ ഒരു നടപടികളും കേരളത്തിൽ ലഹരിക്കെതിരെ ഉണ്ടാകുന്നില്ല. ഭരണകൂടം ഈ കാര്യത്തിൽ വലിയ വീഴ്ച വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്ത് ശക്തമായ നിലപാടുമായി രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. ലഹരി തെറ്റാണ്, തെറ്റിനെ തെറ്റായി തന്നെ കാണണമെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. തെറ്റിനെ ന്യായീകരിക്കരുത്, നിയമം അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും വേണമെന്നും ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. മാനവീയം വീതിയിൽ വെച്ച് നടത്തിയ പരിപാടിയിലാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഈ പരാമർശം. നിയമത്തിനെതിരായ ആഹ്വാനങ്ങൾക്ക് സ്വീകാര്യത കിട്ടുന്ന രീതി ഒഴിവാക്കണം. ലഹരിയും ജീവിതവും ഒരുമിച്ച് പോകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ലഹരിക്കെതിരെ നടത്തുന്ന ഇത്തരം ക്യാമ്പയിൻ മികച്ചതാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ലഹരി ഉപയോഗം കൂടി വന്നതോടുകൂടിയാണ് കേരളത്തിൽ അക്രമവാസന വളരെ വലിയ തോതിൽ ഉയർന്നിരിക്കുന്നത്. ഈ വിഷയത്തിൽ ഇപ്പോൾ സർക്കാരിനും മറ്റ് രാഷ്ട്രീയ സംഘടനകൾക്കുമെല്ലാം മൂട്ടിൽ തീപിടിച്ചിട്ടുണ്ട്. കാരണം ജനങ്ങൾ ശക്തമായ രീതിയിൽ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ ഭരണകൂടവും രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ എന്തു ചെയ്യുകയാണ്, ഉറക്കം തൂങ്ങുകയാണോ എന്നുള്ള ചോദ്യം ഉയർന്നതോടെ ഇപ്പോൾ രാഷ്ട്രീയക്കാർക്കെല്ലാം ഒന്ന് ചൂട് പിടിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി ലഹരിക്കെതിരെ ശക്തമായ ഇടപെടലുകൾ നടത്താൻ രാഷ്ട്രീയക്കാർ രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. ലഹരിക്കെതിരെ ക്യാമ്പയിൻ പ്രഖ്യാപിച്ച് യൂത്ത് കോൺഗ്രസും രംഗത്ത് വന്നിട്ടുണ്ട്. കിക്ക് ഓഫ് എന്ന പേരിൽ ലഹരിക്കെതിരെ ഫുട്ബോൾ ടൂർണമെന്റ് നടത്തുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പറഞ്ഞു. ക്യാമ്പയിന്റെ ഭാഗമായി നിരവധി കലാപരിപാടികളും ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലും സംഘടിപ്പിക്കുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന അക്രമ സംഭവങ്ങൾക്കെതിരെ ജാഗ്രതാ സന്ദേശവുമായി രംഗത്തുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളത്തിലെ 140 നിയോജക മണ്ഡല തലത്തിലും പ്രാദേശികമായി പഞ്ചായത്ത് തലത്തിൽ മത്സരം നടത്തും. നിയോജക മണ്ഡല തലത്തിൽ വിജയികളാകുന്നവരെ ജില്ലാ അടിസ്ഥാനത്തിലും മത്സരം നടത്തും. ലക്ഷക്കണക്കിന് കളിക്കാർക്ക് ഈ ക്യാമ്പയിന്റെ ഭാഗമായി പങ്കെടുക്കാൻ കഴിയും. കാണികൾ ഉണ്ടാകും. ലഹരിവിരുദ്ധ ക്യാമ്പയിനായിട്ടായിരിക്കും ടൂർണമെന്റ് നടത്തുക. ജീവിതത്തിലേക്ക് കിക്ക് ഓഫ് ചെയ്യുകയും ലഹരിയെ കിക്ക് ഔട്ട് ചെയ്യുകയും ചെയ്യുക എന്നതാണ് ക്യാമ്പയിന്റെ ഉദ്ദേശം. ചെറുപ്പക്കാരുടെ ചിന്തകളെ വഴിതിരിച്ചു വിടുക എന്നതാണ് ക്യാമ്പയിന്റെ ലക്ഷ്യമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. ലഹരി വലിയൊരു വിപത്തായി തന്നെ മാറിയിരിക്കുകയാണ്. ലഹരി വലിയ രീതിയിൽ കേരളത്തെ പിടിച്ചുലച്ചുകൊണ്ടിരിക്കുകയാണ്. മുൻപൊക്കെ ലഹരി എന്നാൽ മദ്യവും സിഗരറ്റും ബീഡിയുമൊക്കെ ആയിരുന്നു. ചെറിയ സുഖത്തിന് അല്ലെങ്കിൽ ദുഃഖങ്ങൾ മറക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു പലരും ഇതിനെ ഉപയോഗിച്ചു തുടങ്ങിയത്. ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടില്ലേ, മദ്യം ഉപയോഗിച്ചാൽ ഒരു ധൈര്യമാണ് എന്നൊക്കെ. ഇപ്പോൾ ലഹരി ഉപയോഗിക്കുന്നതും ആ തരത്തിലാണ് എല്ലാവരും വ്യാഖ്യാനിക്കുന്നത്, ഒരു ധൈര്യത്തിന് വേണ്ടിയാണ് എന്ന്. കുടുംബ ബന്ധങ്ങൾ തകർക്കുകയും മനുഷ്യരുടെ ജീവിതം അത്രമേൽ ദുസ്സഹമാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വിപത്ത് എന്നാൽ ഇപ്പോൾ പുതിയ രൂപത്തിൽ മനുഷ്യരാശിയുടെ നിലനിൽപ്പ് തന്നെ ഭീഷണിയായി തീർത്തിരിക്കുകയാണ്. മദ്യത്തിൽ നിന്നും കഞ്ചാവിലേക്ക് എത്തിയപ്പോൾ മനുഷ്യരിതിന് ജോയിന്റ് എന്ന ഓമന പേര് നൽകാൻ തുടങ്ങി. ഇന്ത്യയിൽ നിരോധിതമാണെങ്കിലും പല പാശ്ചാത്യ രാജ്യങ്ങളിലും കഞ്ചാവിന്റെ ഉപയോഗം ലീഗലാണ്. കനാബിസ് എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന കഞ്ചാവിനെ പാശ്ചാത്യ രാജ്യങ്ങളിൽ സോഷ്യലൈസ് ചെയ്യാനാണ് പലരും ഉപയോഗിച്ചിരുന്നത്. സിഗരറ്റിലോ ഇത് തെറുക്കുവാൻ വേണ്ടി പ്രത്യേകമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന പേപ്പറിലോ തെറുത്ത് ഒരുപാട് പേർ ചേർന്ന് വലിക്കുമ്പോഴാണ് കഞ്ചാവ് ഒരു സോഷ്യലൈസിങ് ഏജന്റായി മാറുന്നത് എന്നുള്ള ഓമന പേരൊക്കെ അങ്ങ് കൊടുത്ത് ഇതിനെ അങ്ങ് വളരെ വലിയ രീതിയിൽ വളർത്തിക്കൊണ്ടുവരികയായിരുന്നു. കഞ്ചാവ് കഴിഞ്ഞാൽ പിന്നീട് പെത്തഡിൻ, കൊക്കൈൻ, ഹാഷിഷ് ഓയിൽ, അങ്ങനെ നിരവധി ലഹരികളുണ്ട്. ഇതിലേറ്റവും ഒടുവിലത്തെ വിനാശകാരിയായ ലഹരി പദാർത്ഥമാണ് മീഥലിൻ ഡയോക്സി മെത്താഫിറ്റാമിൻ അഥവാ മെത്ത് എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന MDMA. മറ്റു പല ലഹരികൾക്കും അഡിക്റ്റ് ആവണമെങ്കിൽ അവ ഒരു വലിയ കാലയളവിൽ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ MDMAക്ക് അഡിക്റ്റ് ആകാൻ കേവലം ഒറ്റ തവണത്തെ ഉപയോഗം മാത്രം മതി. മനുഷ്യന്റെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെയാണ് MDMA നേരിട്ട് ബാധിക്കുക. തലച്ചോറിന്റെ പെരുമാറ്റവും മൂഡും നിയന്ത്രിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന രാസവസ്തുക്കളുടെ പ്രവർത്തനത്തെയാണ് MDMA ബാധിക്കുന്നത്. സെറാട്ടോണിൻ, ഡോപാമിൻ, നോറെപ്രിനെഫ്രിൻ എന്നീ കെമിക്കൽ മെസഞ്ചേഴ്സിനെയാണ് ഇത് ബാധിക്കുക. മദ്യം ഉപയോഗിച്ചാൽ മറ്റുള്ളവർക്ക് മണവും മറ്റും തിരിച്ചറിയാമെങ്കിൽ MDMA ഉപയോഗിച്ചാൽ തിരിച്ചറിയുക ബുദ്ധിമുട്ടാണ്. ഇത് ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പോലും കണ്ടെത്താൻ കഴിയില്ല.
തുടക്കത്തിൽ MDMA ഒരു ഹാപ്പി ഡ്രഗ് ആയിട്ടാണ് വിലയിരുത്തിയിരുന്നതെങ്കിൽ ഇപ്പോൾ വളരെ അപകടകരമായ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ വരെ മനുഷ്യന്റെ അറപ്പ് മാറ്റുന്ന മാരക മയക്കുമരുന്നായി മാറിയിരിക്കുകയാണ് MDMA. മദ്യം ഒരു ഡിപ്രസന്റ് ആണെങ്കിൽ MDMA ഒരു സ്റ്റിമുലന്റ് ആണ്. ഇത് ഉപയോഗിക്കുമ്പോൾ മനുഷ്യന് പെട്ടെന്നൊരു അഡ്രിനാലിൻ റഷ് ആണ് അനുഭവപ്പെടുക. അപ്പോൾ ചെയ്യാൻ തോന്നുന്നത് ചെയ്യും, അത് നിഷ്ഠൂരമായ ക്രൂരകൃത്യമാണെങ്കിൽ പോലും. എന്തായാലും ഇപ്പോൾ എല്ലാവരും ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ കനല് കെടാതെ തന്നെ ഇതിൽ ശക്തമായ നടപടികളുമായി മുൻപോട്ട് പോകാൻ സർക്കാരിനും രാഷ്ട്രീയ പാർട്ടികൾക്കും സ്കൂളുകൾക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും എല്ലാ സംവിധാനങ്ങൾക്കും വീടുകൾക്കും സമൂഹത്തിനും കൂടി കഴിയട്ടെ. അങ്ങനെയെങ്കിൽ ഈ വിപത്തിനെ തുരത്താൻ നമുക്ക് കഴിയും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.